കളിയരങ്ങിലെ ശ്രീ രാമൻകുട്ടി നായർ ആശാൻ്റെ പ്രതിഭയെക്കുറിച്ചും ശൈലിയെക്കുറിച്ചുമൊക്കെ വിശകലനം ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള 3 പേരാണ് ഇനി സമാഗമത്തിൽ എത്തുന്നത്. ഒന്ന് ശ്രീ KB രാജാനന്ദ്. അദ്ദേഹം കഥകളി നിരൂപകനും ആസ്വാദകനുമാണ്. 2 ശ്രീ TM ഗണപതി. അദ്ദേഹം വളരെ കൊല്ലങ്ങളായിട്ട് തന്നെ കഥകളി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്, ഒരു സംഘാടകനാണ്. പിന്നെ ശ്രീ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട്. കളിയരങ്ങിൽ ആശാനെ വളരെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു സഹൃദയനാണ് അദ്ദേഹം. ഇവരെ 3 പേരെയും സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഥകളി സംഘടിപ്പിക്കുന്നതിലൂടെ തന്നെയാവുമല്ലോ അല്ലേ ആശാനെ പരിചയം? അങ്ങനെയാണോ? പരിചയം അങ്ങനെയല്ല, വ്യക്തിപരമായിട്ടുള്ളൊരു പരിചയമാണ്. ആശാൻ്റെ നാട്ടിൽ കറണ്ട് എത്തിച്ചു കൊടുക്കണതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പരിചയം. അങ്ങനെ ഇലക്ട്രിസിറ്റി എഞ്ചിനീയറാണ്. അപ്പോൾ കാരണം ആശാനായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ആശാങ്ങളുടെ ആവശ്യം പറഞ്ഞതിനോട് നോക്കട്ടെ പരിശോധിക്കാമെന്ന് പറഞ്ഞു. മുകളിൽ ഹെഡ് ഓഫീസിലൊക്കെ പറഞ്ഞ് നല്ലൊരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടി ഇല്ലേ? കണ്ടതിന് ശേഷം 4-5 മാസത്തിനുള്ളിൽ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ എപ്പോഴും മനസ്സിലുണ്ടോ? ഈ ആസ്വാദനത്തിലൂടെ തന്നെയാണോ ഇത് സംഘടിപ്പിക്കാനും ഒക്കെ തുടങ്ങിയത്? അങ്ങനെ ആശാന്റെ വേഷമൊക്കെ ഞാനൊരു 10-11 വയസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. വാഴയങ്കട ഉത്സവത്തിന് സന്താനഗോപാലൻ കൃഷ്ണനൊക്കെ ആയിട്ട് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 73-74 ആകുമ്പോൾ നരകാസുരൻ, രാവണൻ, പിന്നെ വലിയ വലിയ വേഷങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഈ ആശാനെ വ്യക്തിപരമായിട്ട് ഈ കറണ്ട് വിഷയത്തിലാണ് പരിചയമെങ്കിലും ചെറുപ്പശ്ശേരിയിൽ കേന്ദ്രമായിട്ടൊരു കഥകളി ക്ലബ്ബ് രൂപീകരിച്ചു. അന്നതിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമായിരുന്നു ഞാൻ. അങ്ങനെ ആശാനെ ഈ കഥകളിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് വരുന്ന, ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെ. ശ്രീ രാജാനന്ദിന് കലാസ്വാദകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് കുട്ടിക്കാലം മുതൽ കഥകളി ശീലിക്കുന്നത് ആശാന്റെ വേഷരംഗത്ത് കണ്ടുകൊണ്ടാണ്. ശരി, ആദ്യകാലത്ത് ഒരു ആരാധനയാണ്, പിൽക്കാലത്ത് അതൊരു സൗഹൃദമായിട്ടും ഈ ഒരു എന്താ പറയുക, പുത്രനെ പോലൊരു വാത്സല്യം അദ്ദേഹക്കാലത്തും നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. എൻ്റെ ഒരു ബയോഡേറ്റ പല വേദികളിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് എല്ലാം അറിയാം. ശ്രീ രാജാനന്ദ് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ നിന്ന് ഒരു നിരൂപകനായി മാറിയല്ലോ ശരിക്കും. അത് എന്താണ് ആശാന്റെ ഒരു സംഗീതത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കഥകളിയുടെ അരങ്ങിലെ ഭാഷ എന്നതിന് നമുക്ക് ഏറ്റവും മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള രാമൻകുട്ടി ആശാന്റെയാണ്. നമ്മൾ പറയാറുണ്ട്, ഭാവത്തെ ശരീരവൽക്കരിക്കുന്ന ഒരു അഭിനയ സമ്പ്രദായമാണ് കഥകളി സ്വീകരിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ എന്നതിന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് രാമൻകുട്ടി ആശാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് തന്നെയാണ് മാതൃക. ആംഗിക അഭിനയത്തിന്റെ ആണെങ്കിൽ അതിന്റെ കൃത്യത കൊണ്ട്, അതിന്റെ പൂർണ്ണത കൊണ്ട് ഈ ആസ്വാദനത്തിന് മുമ്പിൽ കൃത്യമായ ഭാവം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു തരം ഒരു ബോധന രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആവിഷ്കാര സാമ്പ്രദായികത, ഇത് ആശാനിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു സവിശേഷതയാണ്. ആർക്കും മാതൃകയാക്കാവുന്നത് എന്നും മാതൃകയാക്കുക എളുപ്പമല്ല വാസ്തവത്തിൽ. രാമൻകുട്ടി ആശാന്റെ ശരീരഭാഷയുടെ വടിവും വൃത്തിയും പൂർണ്ണതയും മറ്റൊരാൾക്ക് അനുകരിക്കാൻ കഴിയാത്തതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇപ്പൊ കഥകളി പ്രേക്ഷകരെ സംബന്ധിച്ച് അവരുടെ അഭിരുചികൾ രൂപപ്പെടുന്നത് തന്നെ രാമൻകുട്ടി ആശാന്റെ വേഷത്തെ മാതൃകയാക്കിക്കൊണ്ടാണ്. ഇപ്പൊ ഹനുമാൻ വേഷം കെട്ടുന്ന അവർക്ക് എത്ര പൊക്കം വേണം, അത്ര പൊക്കം വരുത്, ഇത്ര പൊക്കം ആവാൻ നമുക്ക് തോന്നലുണ്ടാവുന്നുണ്ടല്ലോ. ഈ തോന്നലിന് കാരണമായി തീരുന്ന രാമൻകുട്ടി ആശാന്റെ വേഷമാണ്. രാമൻകുട്ടി കത്തി വേഷമാണ്. കത്തി വേഷത്തിന്റെ ഭംഗിയെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പം, ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, എൻ്റെ തലമുറക്കാരായ 10-40 വർഷമായിട്ട് കഥകളി കാണുന്ന ശരാശരി കഥകളി പ്രേക്ഷകരൊക്കെ അവരുടെ അഭിരുചിയെ നിർണ്ണയിച്ചത് രാമൻകുട്ടി വേഷത്തെ മുൻനിർത്തിക്കൊണ്ടാണെന്ന് കാണാൻ കഴിയും. ശിഷ്യരുടെയും ധാരാളം പെർഫോമൻസസ് കാണാറുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള ആ ചിട്ട, ആ സമ്പ്രദായം ശിഷ്യരിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്? വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. അത് പകർത്താൻ ശ്രമിക്കുന്ന പലരും ഉണ്ടാവാം. പക്ഷെ ഈ ഒരു പൂർണ്ണത 50 വർഷമായിട്ട് കീച, ഇപ്പൊ 1000 അരങ്ങ് കീചകൻ എന്നൊക്കെ ആത്മകഥയിലൊരു അധ്യായമുണ്ട്. ഒരേ വേഷം 30ാമത്തെ വയസ്സിൽ അദ്ദേഹം നായകസ്ഥാനത്തെത്തിയ കഥകളിയിൽ. ഇന്ന് അദ്ദേഹം ചെയ്യുന്ന വേഷം അദ്ദേഹം 50 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 80 വയസ്സായാലും 50 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു തുടങ്ങി. 50 വർഷം തുടർച്ചയായി വേഷം മിനുക്കി ചെയ്തതിന്റെ ഒരു സാധക ശുദ്ധി ഉണ്ടല്ലോ, ഇത് മറ്റൊരു നടനെ കൈവരിക എന്നുള്ള എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ അരങ്ങത്ത് പ്രവർത്തിച്ചുണ്ടാക്കി സ്ഫുടം ചെയ്തെടുത്ത ഈ ശുദ്ധി അത് രാമൻകുട്ടി മാത്രം അവശേഷിക്കുന്ന, അത് മറ്റൊരാൾക്കും അനുകരിക്കാൻ കഴിയാത്ത വലിയൊരു സിദ്ധിവിശേഷമായിട്ട് തന്നെ കാണേണ്ടി വരും.
ആസ്വാദകനാണ് അല്ലേ? സ്ഥിരമായി കാണാറുണ്ടോ അദ്ദേഹത്തിന്റെ? ഒരു വിധമൊക്കെ മുമ്പ് കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരുവിധം അറിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും. പ്രത്യേകിച്ച് കുറുപ്പാശാന്റെ പാട്ടുണ്ടെങ്കിൽ എന്തായാലും പോകും. അപ്പം മിക്കവാറും ആശാന്റെ വേഷമാവും. ആദ്യം നളചരിതം അങ്ങനെയുള്ള കഥകളാവും. ചിലപ്പോൾ കുറുപ്പാശാൻ അതിന് പാടും, അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ആശാന്റെ വേഷത്തിനാവും അങ്ങനെ പാടും. അപ്പോൾ എപ്പോഴാണോ കുറുപ്പാശാൻ പാടണേ അപ്പോഴാണ് കളി കണ്ടിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോട് കൂടിയിട്ടാണ് അയ്യോ കഥകളി കാണൽ ഇപ്പോഴാണല്ലോ ഉണ്ടായേക്കണേ എന്നുള്ളത് മനസ്സിലായത്. തീർച്ചയായിട്ടും അതിന് ഒരു എല്ലാ വിവരവും കൂടുതൽ മുദ്രകളിലൂടെ കൂടിയും അതിൻ്റെ കഥകളിയുടെ എല്ലാ വിവരവും കൂടുതൽ പകർന്നു കിട്ടാൻ എന്താ പറയുക, രാമൂട്ടി ആശാൻ്റെ മുദ്രകളിലൂടെ ശാരീരികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ അപ്പോഴേ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നുള്ള ദുഃഖത്തോടെ ഓർമ്മിക്കുന്നു. ആശാനോട് ചെന്ന അഭിപ്രായമൊക്കെ പറയാറുണ്ടോ? അയ്യോ അതിനൊന്നും ധൈര്യമില്ല. നല്ലോണം ചീത്ത എല്ലാവർക്കും പേടിയാണ്. നല്ലോണം ചീത്ത പറയും. പക്ഷെ ഇപ്പൊ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ആശാൻ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ അയാളുടെ വിളവാന്ന് പറഞ്ഞിട്ട് 2 മാസം മുമ്പ് എന്നെ ചീത്ത പറഞ്ഞു. നിങ്ങൾ വേദിക എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യത്തിലേക്ക് പറയാൻ പാടില്ലാത്തതാണെന്നാണ് എല്ലാവരും പറയുന്നത്. വാലി വിജയം എന്ന് പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വേഷമാണ്. അപ്പൊ എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി എന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് താമ്പക്കൊല്ല പോയി പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതേ ഏറ്റുണ്ട്. ആഗസ്റ്റ് 5-ാം തീയതി വന്ന് ചെയ്തു തരാമെന്ന് ഏറ്റുണ്ട്. ഇതിനു മുമ്പ് ഏറ്റതായിരുന്നു. അന്ന് എന്തോ അദ്ദേഹത്തിന് ചെറിയൊരു അസ്വാസ്ഥ്യം കാരണം. അപ്പം അധികം ചീത്ത എനിക്ക് കേൾക്കില്ല എന്നുള്ളൊരു സ്വാതന്ത്ര്യം ആശാനോട് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പിന്നെ വേറെ ഗുണമുള്ള എന്താ വെച്ചാൽ സംഘടിപ്പിക്കുന്ന ആൾക്ക് ഏറ്റവും ലളിതമായിട്ട് കൊണ്ടു നടക്കാവുന്ന ആളാണ്. ഈ പ്രായമൊന്നും കണക്കൂടണ്ട. പിന്നെ ഒന്ന് പറഞ്ഞാൽ അത് മാറ്റി പറയില്ല. പറഞ്ഞാൽ അത് വാക്കാണ്, പറഞ്ഞാൽ വാക്കാണ്. ഇപ്പം ബാലവിജയം ചെയ്യാമെന്ന് പറഞ്ഞാൽ ബാലവിജയം ചെയ്യും. അതിന് പിന്നെ ഒരു എക്സ്ക്യൂസ് ഇല്ല. ആശാൻ ഏറ്റവും കൂടുതൽ ഏത് വേഷമാണ് ചെയ്തിട്ടുള്ളത്? കീചകനാവും. വേഷം അഭിജാതനായ കീചകൻ രാമൂട്ടേശന്റെ കീചകനാണെന്ന് സൈരന്ധ്രി വേഷം കിട്ടാറില്ല പലരും പറയാറുണ്ട്. ആ കീചകനൊന്നും വശപ്പെട്ടാലും തിരക്കിടില്ല എന്ന് സൈരന്ധ്രിക്ക് തോന്നുന്ന രീതിയിലാണ് കീചകന്റെ സമീപനം. അത് കലാമണ്ഡലത്തിൽ തന്നെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞതാ, ഇത് എന്താ ഒരിക്കലാണ് സമ്മതിച്ചാൽ അവളൊക്കെ. ശ്രീ രാജാനന്ദനോട് ചെയ്യട്ടെ, കഥകളി രംഗത്ത് കഥകളി വേഷങ്ങളിൽ ശ്രീ കലാമണ്ഡലം രാമൻകുട്ടി നായർ എവിടെ നിൽക്കുന്നു? ഇതിന് ഗുരുനാഥനായ രാവുണ്ണിമേനോൻ ആശാനാണ്, ആ പരമാചാര്യനാണ് കഥകളി ഇന്ന് കാണുന്ന ശീലശുദ്ധികളുടെ മുഴുവൻ സ്രഷ്ടാവ് എന്ന് പറയാം. അപ്പം അദ്ദേഹം മനസ്സിലകത്തൊരു കഥകളി ഉണ്ടായിരുന്നു. ആ ശരീരഭാഷയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു സാഫല്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് രാമൂട്ടി നായർ എന്ന വേഷത്തിലൂടെയാണ്. ആ ചുവട്ടിലെ, ആ മെയ്സാധകത്തിലെ, ആ ശരീരശുദ്ധിയിലെ കഥകളി വളരൂ എന്നാണ് യാഥാർത്ഥ്യം.